ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് മൂന്നാറിലേക്കാണ്. ഞങ്ങൾ ഇന്നലെ ഇവിടെ എത്തിയപ്പോൾ ഒരു 11:30 മണിയെങ്കിലും ആയിട്ടുണ്ടാവും കേട്ടോ. രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ റൂമിൽ നിന്നുള്ള ബാൽക്കണി വ്യൂ കാണാൻ നല്ല ഭംഗിയാണ്. ഇന്നലെ രാത്രി ഇവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇന്ന് രാവിലെ ആയപ്പോഴേക്കും വലിയ തണുപ്പൊന്നുമില്ല, നല്ല രീതിക്ക് കോടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പുറകിലൊക്കെ മലകളുണ്ടായിരുന്നേ, പക്ഷെ അതൊന്നും വലിയ രീതിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ റൂമിൽ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇന്നൊരു ദിവസം മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കയ്യിൽ, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അതിന് കാണാൻ പറ്റിയിട്ടുള്ള ഒരു മിക്ക സ്ഥലങ്ങളും ഞങ്ങൾക്ക് കവർ ചെയ്യണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. ഈ ഒരു സ്ഥലത്തായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്തത്. പിന്നെ ആ കാണുന്ന ജീപ്പിലാണ് ഞങ്ങൾ ഇന്ന് ട്രെക്കിങ്ങിന് പോകുന്നത്. ഈ ചേട്ടനാട്ടെ ഞങ്ങൾ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. ചേട്ടൻ ഞങ്ങൾക്ക് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നേ, ഏതൊക്കെ സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്, എത്ര നേരം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം, അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കതൊന്നും ഓർമ്മയില്ല, സ്ഥലങ്ങളുടെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല. ആദ്യം ഞങ്ങൾ നേരെ വന്നത് ഒരു വാട്ടർഫോളിലേക്കാണ്. പേരറിയില്ലെങ്കിലും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ആരും അവിടെ ഇറങ്ങാൻ നിന്നില്ലേ. ഒന്നാമത്തെ നല്ല മഴയുണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ നല്ല രീതിക്ക് ഒഴുക്കുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കണ്ടെന്ന്. പിന്നെ ഈ ഒരു കടയുണ്ടായിരുന്നു തൊട്ടടുത്ത് തന്നെ, അവിടെ നിന്നൊരു EMFs വാങ്ങിച്ച് തക്കോ അതും വെച്ചിട്ട് കുറച്ച് ഷോയൊക്കെ ഇറക്കി. ഞങ്ങൾ ഈ സാധനം ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്, അപ്പോൾ എല്ലാവർക്കും അതൊന്ന് വെച്ച് നോക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത് രണ്ടാമത്തെ സ്ഥലത്തേക്കാണ്. അതൊരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്. അവരെ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങിയോണ്ട് ഞങ്ങൾ ആരും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ കാണുന്ന കടയിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അതും കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അവിടെ നേരെ വന്നത് ഒരു ഡാമിൻ്റെ സൈഡിലേക്കാണ്. അവിടെ നിന്ന് ഞങ്ങൾ കയറിയപ്പോഴേക്കും ഫുള്ള് കോടയായിരുന്നേ, ചുറ്റുമുള്ളൊന്നും വരെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടെ നേരെ ഇറങ്ങി ഞങ്ങളുടെ ലാസ്റ്റ് സ്പോട്ടിലേക്ക് പോവുകയാണേ. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കാണാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ലേ, പക്ഷെ ഇവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നല്ലൊരു ചായ കുടിച്ചേ. ഇവിടെ വന്നപ്പോഴേക്കും ഞങ്ങൾ നേരത്തെ കണ്ട വാട്ടർഫോൾ ഇച്ചിരിയും കൂടെ ദൂരത്തിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നേ. പിന്നെ അധികം നേരമൊന്നും ഞങ്ങളവിടെ നിന്നില്ല. ഞങ്ങൾ നേരെ വന്ന് ഒരു ദോശയൊക്കെ കഴിച്ച് തിരിച്ചു പോവുകയാണേ. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് ഒരമ്മ ക്യാരറ്റ് വിൽക്കണതുണ്ട്, അതും വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. എല്ലാവരും അപ്പോഴേക്കും നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നേ.